ഹലോ മക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളാകും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖാന്ന് വിശ്വസിക്കുന്നു. കീമിലെ ഈ കഴിഞ്ഞ വീക്കിലുള്ള അപ്ഡേറ്റ്സുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയും അങ്ങോട്ടുള്ള ചില കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ചില കോഴ്സുകളിലോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന മക്കൾ എന്ത് ചെയ്യണം, അവരുടെ ഓപ്ഷൻ രജിസ്ട്രേഷനും കാര്യങ്ങളും എപ്പോഴാണ് കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള 3ാം ഘട്ട അലോട്ട്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. ആ നോട്ടീസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അപ്ഡേറ്റ്സ് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. നിങ്ങൾ എഞ്ചിനീയറിംഗോ ഫാർമസിയോ നിങ്ങൾ ബി ഫാമോ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മോപ്പപ്പിൽ അലോട്ട്മെന്റ് ലഭിക്കാനായി പുതിയതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മക്കളാവട്ടെ, ഏതെങ്കിലും ഒരു സീറ്റ് ലഭിച്ചിട്ടുള്ള മക്കളാവട്ടെ, അഥവാ സീറ്റ് ലഭിച്ചിട്ടും പോയി ജോയിൻ ചെയ്യാത്ത മക്കളാവട്ടെ, സീറ്റ് ഒന്നും ലഭിക്കാത്ത മക്കളാവട്ടെ, ഇവരെല്ലാം എന്ത് ചെയ്യണം, പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പുതിയതായിട്ട് നിങ്ങളുടെ അഥവാ മോപ്പപ്പ് റൗണ്ടിലോട്ട് നിങ്ങളെ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓൾറെഡി രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ പരിഗണിക്കുന്നതല്ല എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം ഇപ്രകാരമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സുകളിലോട്ട് താല്പര്യമുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗോ അതല്ലാതെ MBBS BDS നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യേണ്ടിയിരിക്കുന്നു, നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾക്ക് ഈ പറഞ്ഞ അലോട്ട്മെന്റിലോട്ട് പങ്കെടുക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ. ഓക്കെ. അതേസമയം ബി ഫാം ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പേയ്മെന്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫർദർ പ്രൊസീഡ് ചെയ്ത് പോകാൻ വേണ്ടി കഴിയും. അതേപോലെ പറഞ്ഞിരിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് പ്രകാരമാണ്, നിങ്ങൾക്ക് പുതിയതായിട്ട് ഏതെങ്കിലും ഒരു കോളേജിലോട്ട് അഥവാ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു അലോട്ട്മെന്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് ആയിട്ട് ലഭിച്ച അലോട്ട്മെന്റ് എന്ത് ചെയ്യും, റദ്ദാക്കപ്പെടുകയും ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് MBBS BDS നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച എഞ്ചിനീയറിംഗ് അലോട്ട്മെന്റ് എന്ത് ചെയ്യും, എഞ്ചിനീയറിംഗ് ബി ഫാം അലോട്ട്മെന്റ് എന്ത് ചെയ്യും, റദ്ദാക്കപ്പെടുകയും ചെയ്യുമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്രകാരമാണ്. MBBS BDS ഏതെങ്കിലും ഒരു കോളേജിലോട്ട് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും കോളേജല്ല, ഇന്ന കോളേജിലോട്ട് മാത്രം കിട്ടിയാൽ പോകും എന്നുള്ള കുട്ടികളാണെങ്കിൽ, അതേസമയം എഞ്ചിനീയറിംഗ് എഴുതിയിട്ടുള്ള എഞ്ചിനീയറിംഗിലോട്ട് ഏതെങ്കിലും ഒരു അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കുട്ടിയുമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കോളേജുകൾ മാത്രം എന്ത് ചെയ്യുക, MBBS BDS വയ്ക്കുക. നിങ്ങൾ എല്ലാ കോളേജും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ അലോട്ട്മെന്റ്, ഇവിടെ എഞ്ചിനീയറിംഗ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, റദ്ദാക്കപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ കോളേജിലോട്ട് പിന്നെ ഒരിക്കലും ചേരാൻ വേണ്ടി കഴിയുന്നതല്ല എന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. അവരുടെ നോട്ടീസിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജിൽ മാത്രം വയ്ക്കുക. നെക്സ്റ്റ് ഓഫ് ഓൾ നമ്മുടെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് വരുമ്പോൾ MBBS BDS ഓൺലൈൻ ഓപ്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ബാക്കിയുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആയുഷ്, സിദ്ധ, യുനാനി തുടങ്ങിയ അലൈഡ് കോഴ്സുകളിലോട്ടും അതേപോലെ തന്നെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ് തുടങ്ങിയ ബാക്കിയുള്ള കോഴ്സുകളിലോട്ടുമുള്ള അലോട്ട്മെന്റ് എന്ത് ചെയ്തിട്ടില്ല, വിളിച്ചിട്ടില്ല എന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇതെന്ത് ചെയ്യും, ഇനിയാണ് തുടർന്ന് വരിക. MBBS BDS അലോട്ട്മെന്റ് സെപ്പറേറ്റ് വേറെയാണ്. അതേപോലെ തന്നെ ആയുഷും തുടങ്ങിയ അലൈഡ് കോഴ്സുകളിലോട്ടുമുള്ള അലോട്ട്മെന്റ് സെപ്പറേറ്റ് ആണെന്ന കാര്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പൊ അതിലോട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾ വെയിറ്റ് ചെയ്യുക. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അറിയിക്കുന്നതായിരിക്കും. ഓൾസോ പേഴ്സണലൈസ് കൗൺസിലിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ആ ഗ്രൂപ്പിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതായിരിക്കും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നിങ്ങൾ MBBS BDS സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ മെഡിക്കൽ ആവട്ടെ BDS ആവട്ടെ, നിങ്ങൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലോട്ടുള്ള സീറ്റ് മെട്രിക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് മെട്രിക്സ് കാണാൻ കഴിയും. അതേപോലെ തന്നെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സീറ്റ് മെട്രിക്സും റിലീസ് ചെയ്തിട്ടുണ്ട്. കരുണ മെഡിക്കൽ കോളേജിന്റെ സീറ്റ് മെട്രിക്സും എന്ത് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ടെന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. പ്രത്യേകിച്ച് ഓർക്കുക, അലൈഡ് കോഴ്സുകളായിട്ടുള്ള അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്റ്റ് ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങളുടെ നീറ്റിന്റെ മാർക്ക് വെച്ചിട്ടായിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, എടുക്കുക. ഇതിന് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിന് രജിസ്ട്രേഷൻ ചെയ്യണം. അലൈഡ് കോഴ്സിന്റെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ഇവിടെ വിളിക്കും. ഇതേപോലെ ഒരു നോട്ടീസ് കാണും. ആ സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഫീ പേയ്മെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഫീ പേയ്മെന്റ് ചെയ്തിട്ട് ഓൺലൈൻ ഓപ്ഷൻസ് കൊടുക്കുക. ഓൾറെഡി കീം കൊടുത്തിട്ടുള്ള മക്കളും ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അവർക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഓക്കെ. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യും, അലോട്ട്മെന്റ് വരും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് CUT അഥവാ ICRലോട്ട് മക്കൾ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇവിടെ ഒരു അലോട്ട്മെന്റ് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങളുടെ അവിടുത്തെ അലോട്ട്മെന്റിലോട്ട് ഇത് ബാധിക്കത്തില്ല. നിങ്ങൾക്ക് ഇവിടെ അലോട്ട്മെന്റ് ലഭിച്ചാലും ലഭിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി, അവിടെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അവരൊരിക്കലും നിങ്ങൾക്ക് ഇവിടെ അലോട്ട്മെന്റ് ലഭിച്ചോ ഇല്ലയോ എന്ന കാര്യം അവർ നോക്കാൻ പോകുന്നില്ല എന്ന കാര്യം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. തുടർന്നുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.